കളിക്കുമ്പോൾ ഓസ്ട്രേലിയയോട് കളിക്കുന്ന രീതിയിലല്ല പാകിസ്ഥാനോട് കളിക്കുക, അതുപോലെയല്ല ന്യൂസിലാൻഡിനോട് കളിക്കുക. സോ യു ഹാവ് ടു ഡെവലപ്പ് ഡിഫറെന്റ് സ്ട്രാറ്റജി വിത്ത് ഡിഫറെന്റ് എക്സാംസ്. ഇംഗ്ലീഷ് എക്സാം എഴുതുന്ന രീതിയിലല്ല ഒരു പക്ഷേ മാത്സ് എക്സാം എഴുതുക, അതുപോലെയല്ല ഫിസിക്സിന്റെ എക്സാം എഴുതുക, അതുപോലെയല്ല നിങ്ങൾ ലാബ് എക്സാം എടുക്കുക. സോ എവറിത്തിങ് റിക്വയർസ് ഡിഫറെന്റ് ഫോമാറ്റ്. അപ്പോൾ ഒരേ ടീം തന്നെയാണ് കളിക്കുന്നത്, പക്ഷേ ദേ പ്ലേ ഡിഫറെന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റഗറീസ് ഓഫ് പോർഷൻസ് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഈ ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ടെക്സ്റ്റിനും എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ചില ടെക്സ്റ്റിന് നിർബന്ധമായിട്ട് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കും, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ടെക്സ്റ്റിൽ നിന്ന് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ. സോ ബിഫോർ റീഡിങ് ദ ടെക്സ്റ്റ് യു ഷുഡ് നോ what kind of questions are going to be asked for from this particular text. അത് അനുസരിച്ച് വേണം അത് വായിക്കാൻ. ഇപ്പോൾ എസ് എ വരാത്തൊരു ചോദ്യം നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണ്ട, പാരഗ്രാഫ് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്ര ഇൻഫർമേഷൻ എടുത്താൽ മതിയല്ലോ. പ്രിപ്പയർ എസ് എ ക്വസ്റ്റ്യൻസ്. എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് 15 ലെസൺ ഉണ്ടായാലും ഒരു 8 ലെസൺ ആയിരിക്കും എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിൽ 8 നിങ്ങൾ പഠിച്ചാൽ നല്ലത്. പക്ഷേ പലപ്പോഴും അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു 6 പഠിക്കും. ചെറിയൊരു റിസ്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. 6 പഠിച്ചാൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. 70% പോർഷൻസ് എപ്പോഴും കവർ ചെയ്യും. അതായത് ഞാൻ ആവറേജ് പരീക്ഷ മാർക്ക് വാങ്ങുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. 80% മേലെ വാങ്ങുന്ന ആൾക്കാർ എല്ലാം പഠിക്കണം, അവർക്ക് ചോയ്സ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അത്ര വലിയ കുഴപ്പമില്ല, 60-80 ലെവലിൽ വാങ്ങിയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വിടുക ഞാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് വിടുകയല്ല. അതായത് എസ് എ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണ്ട. ഒരു 6 ലെസണിന് എസ് എ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക, 2 നിങ്ങൾക്ക് വിടാം. ഈ 2 ചോദിച്ചാൽ നിങ്ങൾക്ക് ചോയ്സിൽ വിടാൻ പറ്റും. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. സോ എല്ലാത്തിനും പറ്റി നിങ്ങൾക്ക് അറിയണം, കാരണം ഈ മൾട്ടിപ്പിൾ ചോയ്സും ഷോർട്ട് ക്വസ്റ്റ്യനും എവിടെ നിന്നും ചോദിക്കാം. സോ റീഡ് ഓൾ ദ ടെക്സ്റ്റ് ബട്ട് പ്രിപ്പയർ എസ് എ ഫ്രം എ ഫ്യൂ ഓഫ് ദം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അവോയ്ഡ് ക്വസ്റ്റ്യൻസ് റിക്വയർ ലോങ് ആയി. ഇപ്പൊ നിങ്ങൾ 10 ഷോർട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിൽ കുറച്ചധികം നീളത്തിൽ എഴുതേണ്ട ഉത്തരം ഉണ്ടാവും. അതായത് ഒരു 2-3 സെന്റൻസിൽ എഴുതാൻ പറ്റില്ല, അത് കുറച്ചധികം എഴുതേണ്ടി വരും. ചില പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു എസ് എ മാതിരി എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക, കാരണം അത് നമ്മൾ സമയം ഒരുപാട് എടുക്കും. പിന്നെ ചില എസ് എ നമുക്കറിയാം എഴുതിയാൽ നിർത്താൻ പറ്റില്ല, അത്രയധികം എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള എസ് ഐസ് ഒഴിവാക്കിയിട്ട് എളുപ്പമുള്ള താരതമ്യേന കുറവ് എഴുതേണ്ട സ്ഥാനത്തിലേക്ക് വരിക. അതൊരു ചോയ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. എക്സാമിനേഷൻ ഹാളിൽ യു മേക്ക് എ ചോയ്സ്, ദാറ്റ് ഇസ് ദാറ്റ്. സോ അവോയ്ഡ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിക്വയർ ലോങ് ആൻഡ് ടൈം കൺസ്യൂമിങ് ആൻസേഴ്സ്. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അത് അവസാനത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത്രയും ലാസ്റ്റിൽ എഴുതിയാൽ മതി. മറ്റേത് എന്താ വെച്ചാൽ നിങ്ങളത് ഇപ്പം എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതെങ്കിലും അപ്പുറത്ത് വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിടേണ്ടി വരും. സോ that's a kind of a thing you can have. Yeah, Prem, there are some noises coming up. Maybe you can unmute. Oh, sorry, mute them. So keep an eye on MCQ. Try to score 10 out of 10. നിങ്ങളുടെ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് എഴുതണം. അതിൽ 10 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ ഭയങ്കര സേഫാണ്, നിങ്ങൾക്ക് 70 കടക്കാൻ പറ്റും. എനിക്ക് എപ്പോഴും അറിയാം. അതിൽ ഇപ്പോൾ ഒക്കെ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ കുട്ടികൾ 8-9 ഒക്കെ വാങ്ങുന്നവരുണ്ട്. പക്ഷേ 10 മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി വന്നാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഇംപ്രഷൻ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തുടക്കത്തിൽ എഴുതാം, അല്ലെ അവസാനം എഴുതാം, എങ്ങനെ വേണേൽ എഴുതാം, അത് നിങ്ങളെ ഇഷ്ടം. പക്ഷേ അതിൽ 10 വാങ്ങാൻ നോക്കുക, ആലോചിച്ചിട്ട് അത് ഉത്തരം എഴുതുക, കുറച്ച് സമയം ഇവിടെ ചിലവാക്കുക. ഈ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് എഴുതാൻ വേണ്ടി നമ്മൾ 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കുന്നത്. വളരെ പെട്ടെന്ന് എഴുതി പോകാൻ ശ്രദ്ധിക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ചോയ്സ് ഉണ്ടാവും, ABCD എന്നുണ്ടാവും. ചില കുട്ടികളൊക്കെ ABCD എന്ന് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ അധ്യാപകന് അത് പിന്നെ നോക്കിയിട്ട് ഏതാ A ആണോ B ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. കഴിയുന്നതും ആ ആൻസർ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. യു റൈറ്റ് എ വേർഡ്, ഒരു വേർഡോ ഒരു ഫ്രേസോ ആയിരിക്കും അതിൻ്റെ ഉത്തരം ഉണ്ടാവുക. ആ വേർഡോ ഫ്രേസോ തന്നെ എടുത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. പ്ലാൻ ചെയ്തിട്ട് എഴുതുക. ഇനിയിപ്പോൾ അഥവാ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് വിട്ട് വെച്ചിട്ട് അവസാനം വന്ന് ഫില്ല് ചെയ്താൽ മതി. പക്ഷേ മറക്കരുത് എന്ന് മാത്രം. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ട്രൈ ടു സ്കോർ ഫുൾ. എങ്ങനെയാ സ്കോർ ഫുള്ളായിട്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ, യു റീഡ് ഓൾ ദ ഇൻട്രൊഡക്ഷൻ ടു ഓൾ ദ ടെക്സ്റ്റ് പ്രൊവൈഡഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കുക. അതാണ് മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഒരു പ്രധാന സ്രോതസ്. ടെക്സ്റ്റിന്ന് അധികം മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാറില്ല, അധികവും അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്താണ് ചോദിക്കുക. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റീഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേക്ക് ഡൗൺ നോട്ട്സ്. ഇപ്പോൾ ഒരു എഴുത്തുകാരനാണ്, അയാളുടെ പ്രധാനപ്പെട്ട ബുക്ക് ഏതാണ്, ഏത് ബുക്കാണ് അയാൾ എഴുതാത്തത്, അയാളെ ഏതെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും മൾട്ടിപ്പിളിൽ നിങ്ങൾ കാണാറ്.